സന്തോഷ് ജി എപ്പോ വന്നാലും പറയുന്നതാ ഇടുന്നതിനാ ഇത് പോപ്പുലാരിറ്റിയിൽ കൊണ്ടുവരുന്നതിനാ. ഈ തള്ള എന്താണ് പറയുന്നത്? സന്തോഷ് ജി എങ്ങനെ പോപ്പുലറായ? ഇനി മേലെ എന്റെ കാര്യത്തിലാണ് സന്തോഷ് ജിയുടെ സന്തോഷ് ജി വെച്ച് കണ്ടന്റ് ആക്കിയതുകൊണ്ടാണ് സന്തോഷ്. അങ്ങനെ ഇവന്റെ പ്രശ്നം തീരില്ല, ഇവന്റെ പ്രശ്നം തുടങ്ങാൻ പോവാ. സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെ വന്നു? സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം കയ്യിലെ പൈസ എടുത്ത് ഞാൻ സിനിമ ചെയ്യുന്നു. ഇവനോടൊക്കെ കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥയാണ് എനിക്കിപ്പോ. ഞാൻ ആർക്കും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ഏട്ടാ പ്ലീസ് എന്റെ ഇന്റർവ്യൂ എടുക്കുന്നു ഞാനൊരു ഹോട്ടൽ എടുത്ത് പറഞ്ഞില്ല. അവർക്ക് പണം കിട്ടാനും അവർക്ക് ലൈക്കും ഷെയറും കിട്ടുവാനും വേണ്ടി അവർ സന്തോഷ് പണ്ഡിറ്റിനെ വിളിക്കുകയും എന്നാ വളർത്താനായി തെണ്ടി അവരെ എന്നെ കുറിച്ചുള്ള ഒരു സൂചി കിട്ടിയാൽ അവിടെ കിണർ കുടിക്കുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. വരുമ്പോ പലരും പറയുന്നത് കേട്ടാ തോന്നും ഈ ന്യൂജൻ കുട്ടികൾ മാത്രമാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. പ്രതികാരം ചെയ്യണല്ലേ? അതൊന്നല്ല, ഇവരെക്കാൾ കൂടുതൽ പ്രശ്നം ഇവിടെ 10-35+ വയസ്സുള്ളവനാണ് കൂടുതലും. മേലിൽ ഇതുപോലത്തെ പോക്കൃത്തരം കാണിച്ചോണ്ട് വരരുതും. ഇവർ ചുമ്മാ ലൈക്കും ഷെയറും ചെയ്ത് ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യും. തലപോകുന്ന കാര്യമൊന്നുമല്ലല്ലോ. ഓ തലയൊന്നും പോകുകയല്ല. അതിനെ കൃത്യമായി ചൂഷണം ചെയ്ത് ഇവരെ പൊട്ടന്മാരും കഴുതകളുമാക്കി കുറെ ആളുകൾ അതിന്റെ പേരിൽ സ്റ്റാറായി ജീവിക്കും. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ 100 കണക്കിന് ആളുകൾ ഉണ്ടാവും. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. പിന്നെ അയ്യോ ഇവൻ അതായി ഇവൻ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. എന്റെ ജീവിതമാടാ നിന്റെ കയ്യിലിരിക്കുന്നത്. മോശമായ കമന്റ്സും ഇത് ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അമ്മ എന്തിന് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു എന്നല്ല. അല്ലാതെ തന്നെ എന്നെ കുറിച്ച് കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്. ആരാനെ കുറിച്ച് മോശം എഴുതി 3 കൊല്ലം നീ കിടക്കേണ്ടി വരും, 5 ലക്ഷം കൊടുക്കേണ്ടി വരുന്നു കൂടെ ആ കുട്ടിയോട് പറഞ്ഞ കുഴപ്പമില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്യണം മാഡം.